ഫസ്റ്റ് അവള് ചെയ്തായിരുന്നു. പിന്നെ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തായിരുന്നു, 2 പ്രാവശ്യം റിജക്ട് ചെയ്തു. ഓ എനിക്ക് തിരിച്ചു ചേച്ചി റിജക്ട് ചെയ്തേ? ആ ടൈം പിന്നെ നമുക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഒക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈം ഞാന് ഫ്രണ്ട് ആയിട്ട് മാത്രം കണ്ടിട്ടുണ്ട്. പിന്നെ പതുക്കെ മെസ്സേജ് സ്റ്റാർട്ടായി. മെസ്സേജ് ചെയ്യുമ്പോ പിന്നെ നമുക്ക് കുറച്ച് ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ പതുക്കെ ലവില് മാറി. ലവ് ആയതാണ്. അപ്പൊ ചേട്ടാ, ഈ സംഭവം വീട്ടില് അമ്മമ്മയോട് പറഞ്ഞപ്പോഴൊക്കെ, അമ്മയോടും അമ്മമ്മയോടെ ഒക്കെ പറഞ്ഞപ്പം അവരുടെയൊക്കെ റിയാക്ഷൻ എന്തായിരുന്നു? റിയാക്ഷൻ ഞാൻ ഷോക്കായി. കാരണം വെച്ചാൽ ആളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ആളിനെ ഞാൻ പ്രപ്പോസ് ചെയ്തു, അതേപോലെ തന്നെ റിജക്റ്റും ചെയ്തു. February 14 വാലൻസ് ഡേക്ക് എന്നെ വിളിച്ചിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഐ ലവ് യു പറഞ്ഞ് ഞാൻ അമ്മ വിളിച്ച് പറഞ്ഞു. ഇനി അമ്മ പറ, അമ്മയും അമ്മമ്മയൊക്കെ ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്ത്? അമ്മമ്മ പറ. പറഞ്ഞപ്പോ തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന അവരവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കല്യാണം കഴിക്കുക, നന്നായിട്ട് ജീവിക്കാത്രേ ഉള്ളൂ. പക്ഷെ ഇങ്ങനൊരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചായിരുന്നോ? പക്ഷെ എനിക്ക് ഇവൻ പറഞ്ഞപ്പോ ഒന്നും തോന്നിയില്ല. ഇവൻ മുഖന് ഇഷ്ടം നല്ല ചിരിച്ച് നന്നായിട്ട് കളിയാക്കി. ഞാൻ പറഞ്ഞ വേറൊരു പെണ്ണ് നിന്നെ എങ്ങനെയാ പ്രേമിക്കുക, അങ്ങനത്തെ ഇതിലൊക്കെ എന്താ വെച്ചാൽ ഇവര് വേറൊരു ഭാഷ സംസാരിക്കാനൊന്നും അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്കൊരു ഇത് തോന്നിയായിരുന്നു. പിന്നെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ ആയിക്കോട്ടെ, അവരുടെ ഇഷ്ടം അത്രേ ഉള്ളൂ. പിന്നെ എന്നിട്ട് ഇവൻ എന്നിട്ട് ഇവളെയും കൂട്ടി ഞങ്ങളെ ഫാമിലിനെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നായിരുന്നു അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ. ആദ്യമായിട്ട് ഞാൻ അങ്ങനെയാ അവളെ കണ്ടത്. ആദ്യം കണ്ടപ്പോ എന്താ തോന്നിയേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ആദ്യം കണ്ടപ്പോ തന്നെ. എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ഓ അങ്ങനെ ഒന്നുമില്ല, പ്രത്യേകിച്ച് എനിക്ക് നല്ലൊരു കൊച്ചി അത്ര തന്നെ. അങ്ങനെ ഇഷ്ടപ്പെട്ടു. അമ്മാമ്മേ, കൊച്ചുമോനെ ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചപ്പോ എന്ത് തോന്നി? അല്ല, ഇവന്നെ ഒരു ദിവസം വീട്ടിൽ കൊണ്ടുവന്ന് ഇവന്റെ വീട്ടിലേക്ക് വന്ന്, ഞങ്ങൾ ഒരു വീട്ടിൽ തന്നെ പറമ്പിൽ തന്നെയാണ് ഞങ്ങളെല്ലാം താമസിക്കുന്നത്, ഞാനും മക്കളൊക്കെ ഒരു പറമ്പിൽ തന്നെ. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു, മോള് വിളിച്ചു, അമ്മയും വന്നേന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഇവിടെ അവിടെ ഉണ്ട്. നമ്മള് പെട്ടെന്ന് എന്റെ കാക്കല്ല പിന്നയിച്ചാൽ കൂടെ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഇതുപോലെ തോന്നി. എനിക്ക് ഭയങ്കര എനിക്ക് നിർത്തി കഴിഞ്ഞപ്പോ എനിക്ക് നല്ല ഇഷ്ടം തോന്നി ഇവളോട്. എന്താണെന്നുണ്ടെങ്കിൽ നല്ലൊരു വീട്ടില് എന്റെ മോന്റെ ഭാര്യക്ക് സുഖമില്ലാണ്ടായിപ്പോ പെട്ടെന്ന് അവിടെ കല്യാണം കഴിക്കാന്ന് വെച്ചാൽ കല്യാണം കഴിച്ചു. നിങ്ങൾ നമ്മൾ ഈ ലാംഗ്വേജ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ? വർത്താൻ പറയാം ഞാൻ കൊറേ പറഞ്ഞ് ആദ്യം പറയുമ്പോ ഒന്നും നമുക്ക് മനസ്സിലാവില്ലായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞാലും മനസ്സിലാവില്ലായിരുന്നു. പിന്നെ പറഞ്ഞു ഞങ്ങള് എപ്പോഴും ഞാൻ ഇവളും കൂടി മലയാളം തന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന കാരണം കുറെയൊക്കെ ഇതായിട്ട്. ഞങ്ങൾക്ക് കുറച്ച് ഹിന്ദി അറിയാം, എനിക്ക് കുറച്ച് ഹിന്ദി അറിയാം. അപ്പോൾ അതിലൊക്കെ പിന്നെ ആംഗ്യ ഭാഷ എല്ലാം കൂടി മുട്ടി നമ്മളങ്ങ് ഒരു പിടി പിടിച്ചല്ലേ. സോയി പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ഒരു മലയാളി ഫാമിലിയിലോട്ട് എൻട്രി ചെയ്തപ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ്? കാരണം ലാംഗ്വേജ് പ്രോബ്ലം എല്ലാം ഡിഫറെന്റ്, കൾച്ചർ ഡിഫറെന്റ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ഫസ്റ്റ് ടൈം കുറച്ച്